വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ തോന്നുന്നത് അത് ചൂസ് ചെയ്ത് റീഡിംഗ് കാണാം. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. Nine of Swords, 4 of Cups, Ten of Cups, King of Cups, Death, King of Swords, Justice, Hanged Man, Hermit, Queen of Pentacles, Ace of Wands. ബോട്ടം ഓഫ് ദ ഡെക്ക് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. Aloneness, abundance, silence, master, new vision, letting go. ബോട്ടം ഓഫ് ദ ഡെക്ക് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ആരാണോ അവർ ഭയങ്കര സാഡാണെന്നാണ് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ഒന്നുകിൽ നിങ്ങളുടെ ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം. അങ്ങനെ ഒരു ഇതാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവാം. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾ ആ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആളിപ്പം ഭയങ്കര സാഡാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആകെ സൈലൻ്റ് ആയിട്ടാണുള്ളത്. മേ ബി ഈ വ്യക്തി നിങ്ങൾക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരുന്നുണ്ടാവാം. ഒന്നും മിണ്ടാതെ നിങ്ങളോട് അവരുടെ ഒരു ഫീലിങ്സും കാണിക്കാതെ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നുണ്ടാവാം. അത് നിങ്ങൾക്ക് സൈലന്റ് ട്രീറ്റ്മെന്റ് തരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആ സൈലൻസ് വെച്ചാണ് ഇവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. മീൻസ് ഇവരെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി, ഇവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള ക്ലാരിറ്റി, ഈ സമയത്ത് ഇവർ എന്ത് ഡിസിഷൻ എടുത്തു എന്നുള്ള ക്ലാരിറ്റി ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം ഈ വ്യക്തിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് സൈലൻസ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് വെച്ച് അതൊരു ആയുധം പോലെ ഈ വ്യക്തി നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഈ വ്യക്തി അത്രയും ഹേർട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അത്രയും ഹേർട്ടാണെന്ന് കാണാൻ പറ്റുന്നത്. മേ ബി ഇവർ തന്നെ നിങ്ങളെ വിട്ടു പോയതായിരിക്കാം, ഇവർ തന്നെ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള വഴക്കിൻ്റെ കാരണം. എന്നാലും ഇവർ വിചാരിക്കുന്നത് നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തു, നിങ്ങൾ അങ്ങോട്ട് പോവട്ടെ, അവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കാണ്. എന്താണോ നിങ്ങൾക്കിടയിൽ നടന്നത് അതിൽ സ്റ്റക്കായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതുവരെയും അതിൽ മൂവ് ഓൺ ആവാൻ ഇവർക്ക് പറ്റിയില്ല. ഇവർ ആ സൈലൻസ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ ഇവർ ലെറ്റ് ഗോ ചെയ്യാൻ നോക്കുന്നുണ്ട്, കംപ്ലീറ്റ് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് പറ്റുന്നില്ല. കാരണം ഇവർ ഒരു ന്യൂ ബിഗിനിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഏസ് ഓഫ് വോൺസും ഡെത്തും കാണിക്കുന്നത്. ന്യൂ ബിഗിനിങ്ങിനാണ്. കാരണം അതിൽ ഇവർക്കൊരു ജസ്റ്റിസ് കിട്ടണം. എന്താണെന്നുള്ളത് ഇവർക്കും ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്കും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ രണ്ടുപേർക്കും ഇവിടെ ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയാണ്.
ഈ ഒരു സമയത്ത് ഇവർ മറ്റൊരു രീതിയിൽ ഈ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇതുവരെയും ഇവർ നോക്കിക്കാണാത്ത രീതിയിൽ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള, എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ട്രൂത്ത് എന്നുള്ള ഒരു ഇത് നോക്കിക്കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു പുതിയൊരു വേർഷനിൽ നോക്കിക്കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഒറ്റക്കാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിലും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടുതൽ കരിയർ വൈസ് ശ്രദ്ധിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ശ്രദ്ധ പോകുന്നതെന്ന് വെച്ചാൽ ഈ റിലേഷനിൽ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മറ്റൊന്നിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. പക്ഷെ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ആൾ നിങ്ങളോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. സോ ഈ ഒരു സിറ്റുവേഷൻ ഇയാൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഈ വ്യക്തിക്ക് യാതൊരു ഐഡിയയും ഇല്ല. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളെ ഒരു ബെറ്റർ ഹാഫായിട്ട് തന്നെയാണ് ഇവർ കാണുന്നത്. മേ ബി ഈ വീഡിയോ കാണുന്നവരിൽ സ്പിരിച്വലി അവേക്കണിങ് ആയ ആൾക്കാരുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും സ്പിരിച്വലി അവേക്കണിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഹെർമിറ്റും സോഴ്സും കാണിക്കുന്നത് ആ ഒരു അവേക്കണിങ്ങിനെയാണ് കാണിക്കുന്നത്. ഈ സമയത്ത് ഈ വ്യക്തിക്ക് മറ്റൊരാളുടെ ഒരു ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവിടെ മാസ്റ്റർ വന്നിട്ടുള്ളത്. ഇവർ ആരുടെയെങ്കിലും ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അവർക്കിപ്പോൾ അത് ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇവിടെ മാസ്റ്റർ കാണിക്കുന്നത്. ഒരു മെൻറ്റർ ഉണ്ടാവാം ഈ വ്യക്തിക്ക്. ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് ഹീലാവാൻ ഇവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മെൻറ്ററെ ഇവർ സമീപിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഇവർ ഡിപ്രഷൻ സ്റ്റേജിലായിരിക്കാം ഉള്ളത്. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം മെൻറ്ററെ സമീപിക്കാത്ത ആളാണെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു കൗൺസിലറെയൊക്കെ സമീപിക്കണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുന്നുണ്ട്. കാരണം ഒരു തരത്തിലും ഇവർക്ക് ഇതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് തോട്ട്സും നിങ്ങളിലാണ് വരുന്നത്. നിങ്ങൾക്കിടയിൽ എന്താണോ സംഭവിച്ചത് ആ ഒരു ഇതിലാണ് ഇവരുടെ തോട്ട്സ് വരുന്നത്. മുന്നേ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് കംപ്ലീറ്റ് ഈ വ്യക്തിൻ്റെ എനർജി കംപ്ലീറ്റ് ഒരു ഷിഫ്റ്റ് പോലെ മാറിയിട്ടുണ്ട്. എന്തോ ഒരു സഡൻ ഷിഫ്റ്റ് നടന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഇത്രയും ഒരു ഡൗൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ കംപ്ലീറ്റ് നെഗറ്റീവ് കാർഡ്സാണ് വന്നിട്ടുള്ളത്. നെഗറ്റീവ് കാർഡ് മീൻസ് ഇവർ ആകെ ഡൗൺ ആയിരിക്കുന്ന ഒരവസ്ഥ. ഇവർ കംപ്ലീറ്റ് മുന്നേ ഉള്ള ഒരു സ്റ്റേജിൽ നിന്ന് കംപ്ലീറ്റ് മാറി മറ്റൊരു സ്റ്റേജിലേക്ക് എത്തിയ ഒരു ഫീലാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ആൾക്ക് മേ ബി ഈ വ്യക്തിക്ക് ഫാമിലി ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഫാമിലി തേർഡ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇവിടെ അങ്ങനെ നിങ്ങൾക്കിടയിൽ ഉള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതിനെ തേർഡ് പാർട്ടി എന്ന് പറയും. അപ്പോൾ അതും ഈ വ്യക്തിക്ക് ഭയങ്കര പ്രോബ്ലം ആയിട്ടുണ്ട്. കാരണം ഈ വ്യക്തി ഫാമിലിയോടും അറ്റാച്ച്ഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം, നിങ്ങൾക്ക് ഫാമിലി ഉള്ളത് കൊണ്ട് അത് ഇവർക്ക് ഒരിക്കലും ഒന്നാകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം ഇവർക്ക് കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം ഭയങ്കര ഫ്രസ്ട്രേഷനുമാണ്, അതേസമയം സാഡാണ്, ഡിപ്രഷൻ ഉണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളും സാഡാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ എനർജി, കിങ് ഓഫ് കപ്സ് അവരുടെ എനർജിയാണ്. അതായത് അവർ നിങ്ങളോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. പക്ഷെ അവിടെ അവർക്ക് പ്രാക്ടിക്കലായി ചിന്തിക്കണം. കാരണം ആ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് വരുന്നത് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഫാമിലി വയസ്സുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങളിൽ ആരോ ഒരാൾ ഇവിടെ മാരീഡ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വിഷമങ്ങളും ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഇവർ നിങ്ങളോട് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് കാണിക്കുന്നുണ്ടാവില്ല, അവർ പിന്തിരിയുന്നുണ്ടാവാം. ആ പിന്തിരിപ്പിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ഒരു ഫാമിലി ഉണ്ടാവുമ്പോൾ അവിടെ ഒരിക്കലും ഒന്നിച്ചൊരു ജീവിതം ഇല്ല. അങ്ങനെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തി ഭയങ്കര പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ഇമോഷണലിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഡീൽ ചെയ്യുന്നത്. അവർ ഡീൽ ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ടാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് തലത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. അതിൻ്റേതായ എല്ലാ പ്രോബ്ലംസും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണ് ഉള്ളതെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് രണ്ടുപേർക്കും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും എപ്പോഴും പലതരം കോൺഫ്ലിക്റ്റ് ഇതിലോട്ട് വരുന്നത്. കാരണം ചിന്തകൾ വ്യത്യസ്തമാണ്. നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് ആ വ്യക്തിയും ഭയങ്കര സാഡാണ്. ഇത് റിലേഷൻഷിപ്പിലുള്ളവർക്കുള്ള റീഡിംഗ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. മൂൺ, എംപറർ, Knight of Cups, Hierophant,
Ace of Swords, Queen of Swords, Five of Pentacles, Knight of Swords, Five of Cups, Wheel of Fortune, Three of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. We are the world. Projection. Understanding. Abundance. Creator, Master, Aloneness. ബോട്ടം ഓഫ് ദ ഡെക്ക് ഗിൽട്ടാണ് വന്നിരിക്കുന്നത്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ കാണാൻ പറ്റുന്നത് ഇവർക്ക് നിങ്ങളോട് ഒരു മിസ്സിങ് ഫീൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു രീതിയിൽ ഇവർക്ക് മിസ്സിങ് ഫീൽ വരുന്നുണ്ട്. അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. നോ കോൺടാക്റ്റിൽ ഉള്ളവരാണെങ്കിൽ അങ്ങനെ വരുന്ന മിസ്സിങ് ഫീൽ ആയിരിക്കും. ബ്രേക്കപ്പ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കാം. അതല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കുന്ന റിലേഷൻഷിപ്പിലാണെങ്കിൽ അങ്ങനെയുള്ള മിസ്സിങ് ഫീൽ ആയിരിക്കാം വരുന്നത്. അപ്പം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പൈൽ സെലക്ട് ചെയ്തവർ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയായിരിക്കാം ഇത് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം സെലക്ട് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സിന് വേണ്ടിയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര ഒരു പിടിവാശിയുള്ള ക്യാരക്ടറാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. പല കാര്യത്തിലും ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും അവിടെ പിടിവാശി വെക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട്. അത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഈ പേഴ്സണിന് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതായത് കുറച്ച് ആൾക്കാരെ അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കാം. നിങ്ങൾ നിങ്ങളുടേതായ എന്തൊക്കെയോ കഴിവ് കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കാം. അത് ഈ ഫ്രണ്ടിന് കുറച്ച് അസൂയ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളോട് കുറച്ച് ജലസ് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു. അത് ഇവരേക്കാൾ ഒരു പടി മുന്നിൽ നിങ്ങളുണ്ടാവാം. നിങ്ങളായിരിക്കാം ഇവരേക്കാൾ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കഴിവുള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട്, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഈ വ്യക്തിക്ക് നിങ്ങളോട് നന്നായിട്ട് അസൂയ വരുത്തുന്നുണ്ടെന്ന് തോന്നിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം ഡീൽ ചെയ്യാനും അത് കൺട്രോളിൽ വരുത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതും ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ജലസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ മറ്റുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും നിങ്ങളോടായിരിക്കും പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഓപ്പണായി സംസാരിക്കുന്നത്. നിങ്ങളുടെ ഗൈഡൻസിന് വേണ്ടിയായിരിക്കാം അവർ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി അത് ഈ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടൊരു ജലസ് വരുന്നത്. അത് നന്നായിട്ട് അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ഒരു ലക്കിയാണ് എന്നുള്ളൊരു തോന്നലാണ് ഈ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. മേ ബി അങ്ങനെ നടക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ വ്യക്തി, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള, നേടിയെടുക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. അത് റിലേഷൻഷിപ്പിലായാലും ജോലിയിലായാലും ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കത് പറ്റുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് പ്രപ്പോസലായിരിക്കാം, അതല്ലെങ്കിൽ അവർക്കൊരു ഗൈഡൻസിന് വേണ്ടിയായിരിക്കാം. എല്ലാറ്റിനും നിങ്ങളെ മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ഈ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒരു നല്ല ജലസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് എടുത്തുചാട്ടം ഉണ്ട് എന്നുള്ളതും കൂടി ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു നിങ്ങളുടെ ലവർക്കോ അല്ല പാർട്ട്ണർക്കോ അങ്ങനെയുള്ളവർക്കെല്ലാമാണെങ്കിൽ
ഇത് വന്നിരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളോട് ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടായിരിക്കാം പെരുമാറുന്നത്. ഭയങ്കര ഈഗോ ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി അവരുടെ ഫീലിങ്സ് ഒന്നും നിങ്ങളോട് ഓപ്പണായി കാണിക്കുന്നില്ല. നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അവർ അത് നടക്കുന്നില്ല. അവരുടെ ഉള്ളിൽ ആ ഫീലിങ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളോടത് കാണിക്കുന്നില്ല. ഇത് മേ ബി നിങ്ങളുടെ ക്രഷ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ രണ്ടുപേരും അവരവരുടെ ഉള്ളിലെ പ്രണയം ഷെയർ ചെയ്തിട്ടില്ല. രണ്ടുപേർക്കും ആ ഒരു പ്രണയമുണ്ട്, പക്ഷെ അത് ഷെയർ ചെയ്യാത്തത് പോലെയാണ് കാണിക്കുന്നത്. രണ്ടുപേർക്കും ആ ഒരു ലവ് ഓഫർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരുന്നില്ല. മാത്രമല്ല ഉള്ളിലൊരു ഭയവും കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് കാരണം എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഒരു റിലേഷൻഷിപ്പിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാരേജ് ചെയ്യാനോ അതിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനോ പറ്റാത്ത സാഹചര്യത്തിലുള്ള ആൾക്കാരായിരിക്കാം. റിലീജിയൻ മാറ്റായിരിക്കാം, ഫാമിലി വൈസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റായിരിക്കാം. സൊസൈറ്റി അംഗീകരിക്കാത്ത രീതിയിലുള്ള അല്ലെ ഫാമിലിയിൽ നിന്ന് അംഗീകാരം കിട്ടാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാൾക്കും ആ ഒരു പ്രപ്പോസൽ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിയർ വരുന്നത്. കാരണം ഒരു ലൈഫ് ഇല്ലാത്ത റിലേഷനായിട്ട് രണ്ടുപേർക്കും തോന്നുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒന്നിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരും സൈലൻ്റായി നിൽക്കുന്നത്. ആൾ ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ്, ഒന്നും പുറമേ കാണിക്കുന്നില്ല എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടി ചൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവരെ നിങ്ങളുടെ അടുത്ത് നിന്നും എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ്. മേ ബി നിങ്ങൾക്ക് ആ തോന്നുന്നത് ആളുടെ ഫീലിങ്സ് നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നില്ല, കാണിക്കുന്നില്ല എന്നുള്ളൊരു ഇതായിരിക്കാം നിങ്ങൾക്ക് അവിടെ ഒരു ഹൈഡ് ചെയ്ത് വെക്കുന്ന കാര്യമായിട്ട് തോന്നുന്നത്. പിന്നെ ഇവിടെ മൂവ് ഓണായി പോയ ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. അവർ അങ്ങനെ മൂവ് ഓണായി പോയിട്ടുണ്ടെങ്കിൽ അത്രയും ശക്തമായിട്ട് തന്നെ അവരുടെ ഒരു തിരിച്ചു വരവ് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് അത്രയും മിസ്സിങ് ഫീൽ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്നുണ്ട്. സാഹചര്യം അനുകൂലമല്ല, സ്റ്റക്കിങ് എനർജിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് തിരിച്ചു വരാത്തത്. പക്ഷെ എന്ന് വെച്ചാൽ ഇവർക്ക് മുന്നേ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ 10 മടങ്ങായിട്ടായിരിക്കും ഈ വ്യക്തി തിരിച്ചു തരുന്നത്. അത്രയും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചു വരവാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മൂവ് ഓണായി പോയവരുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിലില്ലാത്ത, നോ കോണ്ടാക്റ്റിലുള്ള, ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ചിലർക്കിവിടെ പ്രൊജക്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഫീലിങ്സ് തന്നെയാണ് ഇവർക്കും ഉള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. അത് വി ആർ ദ വേൾഡ്. അത് വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷൻ ഉള്ളവരാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഫീലിങ്സ് തന്നെയാണ് ഇവരിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒരു മിററിംഗ് ആണ് കാണാൻ പറ്റുന്നത്. സെയിം ഒരു പ്രൊജക്ഷൻ. നിങ്ങളെന്താണോ ഇവരോട് ഫീൽ ചെയ്യുന്നത് ആ സെയിം ഫീൽ, നിങ്ങൾ എന്താണോ ഇവരെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത് ആ സെയിം തിങ്കിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് അവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ ഒരു പൈൽ സെലക്ട് ചെയ്തത് അവർ ആരായിരുന്നാലും ഇവിടെ അവർക്ക് കോമൺ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരിത് വന്നിട്ടുണ്ട്. അത് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെസ്സേജാണ്. അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല, വേണ്ടത്ര ഒരു കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല, അവർ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകളാണ്. ഇത് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന മെസ്സേജാണ്. ആരെക്കുറിച്ചാണോ നിങ്ങൾക്കറിയേണ്ടത് അവർക്ക് കോമൺ ആയിട്ട് നിങ്ങളോട് തോന്നുന്ന കാര്യം. നിങ്ങളൊരു ക്രിയേറ്റർ ആണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തും വിചാരിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റും എന്നുള്ള ചിന്ത. അത് നേരത്തെയും ഞാൻ പറഞ്ഞിരുന്നു. റിപ്പീറ്റായിട്ട് ആ ഒരു എനർജി തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് റിപ്പീറ്റായിട്ട് ഞാൻ പറയുന്നത്. ചിലർ പറയും കമൻറ്റ് ബോക്സിൽ റിപ്പീറ്റേഷൻ വരുന്നു എന്നുള്ളത്. പക്ഷേ ആ റിപ്പീറ്റേഷൻ വരുന്നത് പിന്നെയും ആ എനർജി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് റിപ്പീറ്റേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടായിരിക്കാം റിപ്പീറ്റേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ആ എനർജി എനിക്ക് റിപ്പീറ്റായിട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഞാനതിനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, സമയം പോകാനോ നിങ്ങളിവിടെ പിടിച്ചിരുത്താനോ ഒന്നുമല്ല, റിപ്പീറ്റായിട്ട് അങ്ങനെ വരുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇവിടെ ഒരു ബ്രേക്കപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ ആ വ്യക്തിക്ക് ഇവിടെ ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ഒരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി ഇപ്പം നിങ്ങളൊരു മാസ്റ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ തിരിച്ചു വന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു ഇതിൽ നിന്ന് ഹീലാക്കപ്പെടൂ എന്നുള്ളൊരു ചിന്ത. നിങ്ങളുടെ ഒരു എനർജി ഇവർക്കിപ്പോൾ അത്യാവശ്യമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് ഇവരിലോട്ട് വരുമ്പോൾ ഇവർക്ക് അത് ഹീലാകാൻ പറ്റും. ഇപ്പോൾ ഉള്ള ഒറ്റപ്പെടൽ മാറി അവർക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്കപ്പ് ഒക്കെ ആയ ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഇവിടെ വന്നിട്ടുണ്ട്.
അവരൊറ്റപ്പെട്ട് നിൽക്കുകയാണെന്നാണ് കാണുന്നത്. ആ ഒറ്റപ്പെടലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.